നമുക്ക് ബാലന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് ഗോമതി വിഷമിച്ച് മുറിയിലേക്ക് വരുവാണ്. ഗോമതിക്ക് കേട്ടൊന്നും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. താൻ മോളെ പോലെ കരുതിയതാണ് തന്റെ മരുമകളെ ഈ കുടുംബത്തിലേക്ക് വന്ന് കയറിയവളാണല്ലോ. അപ്പം മകളെ പോലെ തന്നെ കരുതണം. തനിക്കൊരു മകളുണ്ടല്ലോ, ആ ഒരു രീതിക്ക് അവളെ കണ്ടതാണ്. എന്നിട്ടോ അവളെല്ലാം തകിടം മറിച്ചു. അവൾ ഈ കുടുംബത്തെ തന്നെ ഇല്ലാതാക്കി. തന്റെ മകന്റെ ജീവിതം ഇല്ലാതാക്കാനായിട്ട് കയറി വന്നവളാ. അവള് വന്നതിന് ശേഷം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നേ. അല്ലായിരുന്നെങ്കിലോ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു. കോമതിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പോഴേക്കും ബാലൻ മുറിയിലേക്ക് വന്നു. ബാലൻ വന്നിട്ട് ചോദിച്ചു, കോമതി നീ ഇങ്ങനെ ഇരുന്ന് കരയല്ലേ? പിന്നെ ഞാൻ എന്ത് ചെയ്യണം ബാലേട്ടാ? ബാലേട്ടനൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ മകന്റെ ജീവിതം അത് മാത്രമാണോ? ധർമ്മൻ ഈ വീട് വിട്ടു പോകാൻ കാരണം ആരാ? അയാളല്ലേ ആ ഉദയഭാനു. ഉദയഭാനു അയാളുടെ മകളും കാരണമല്ലേ പ്രശ്നങ്ങള്. എന്റെ ധർമ്മൻ ഒരു തെറ്റും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ടോ അവനാണ് 25,000 രൂപ മോഷ്ടിച്ചെന്നും പറഞ്ഞിട്ട് അവൻ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുന്ന പോലെയല്ലേ ഇറക്കിയത്. അവൻ എത്രമാത്രം വേദനിച്ചിട്ടുണ്ട്. അവന്റെ നെഞ്ചു പെടഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, ഗോമതി നമുക്ക് അവനെയും കൂടി തിരികെ വിളിച്ചോണ്ടുവരാം. ഇനി അവൻ ഇങ്ങോട്ടേക്ക് വരുമെന്ന് ബാലേട്ടന് തോന്നുന്നുണ്ടോ? പഴയതുപോലെ അവൻ ഇവിടെ വന്ന് നിൽക്കാൻ പറ്റുമോ? കാരണം അവന്റെ നെഞ്ചു പൊട്ടിപ്പോയിട്ടില്ലേ? ഒരു തെറ്റും ചെയ്യാതെ അവനെ കുറ്റപ്പെടുത്തിയത്. ആ സമയം ബാലൻ പറഞ്ഞു, അല്ല ഉദയഭാൻ സാറ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു വിചാരിച്ചോ? ഒരു ഉദയഭാനു സാറ് അന്നും അതെ ബാലേട്ടൻ ഇങ്ങനെ ഉദയഭാനു സാറെന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നേ. അയാളെ പോലൊരു ഭൂലോക പ്രോഡിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അയാൾ സാറൊന്നും അല്ല. എപ്പോഴും അയാളെ കുറിച്ച് പറയുമ്പോൾ ബാലേട്ടൻ 100 നാവായിരുന്നു. എന്തൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നേ. അങ്ങേരം അങ്ങനെയാണ് ഇങ്ങനെയാണ്, അയാൾക്ക് വലിയ ബിസിനസ് ഉണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒടുവിൽ ഇപ്പൊ കണ്ടില്ലേ. ഇതിനേക്കാളും ഭേദം സാധാരണ വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടിയെ ആണിനെ കണ്ടെത്തി വിവാഹം കഴിച്ച പോരായിരുന്നോ? അതായിരുന്നു നല്ലതല്ലായിരുന്നോ ബാലേട്ട? ഇത്ര വലിയ കോടീശ്വരന്മാരുമായിട്ടുള്ള ബന്ധമൊന്നും നമുക്ക് വേണ്ടിയിരുന്നില്ല. ബാലൻ പറഞ്ഞു, എന്റെ തെറ്റാ ഗോമതി, ഞാനാണ് തെറ്റ് ചെയ്തത്. ഞാൻ വിശ്വസിച്ചു അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാന്ന്. നിനക്കറിയാവോ, എനിക്കിതിനു മുമ്പ് കുറച്ച് സംശയങ്ങളൊക്കെ തോന്നിയിട്ടുണ്ട്. സംശയങ്ങളോ? അതെ ഗോമതി, എനിക്ക് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട്. ഞാൻ അതിന്റെ പിന്നാലെ പോവുകയും ചെയ്താ. പക്ഷെങ്കിൽ ആ സമയത്ത് വളരെ കൃത്യമായിട്ട് തന്നെ അയാൾ എന്നെ വഞ്ചിക്കുകയോ ചെയ്തേ. കാരണം ഇതിനു മുമ്പ് ഞാൻ വിഗൊന്നും ഇല്ലാതെ ഈ പറയുന്ന ആനന്ദ് പറയുന്ന പോലെ അയാൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അന്ന് എനിക്ക് സംശയം തോന്നി. ഞാൻ കടയിൽ അന്വേഷിച്ചു. കടക്കാരൻ പറയുകയും ചെയ്താ. പിന്നീട് എനിക്ക് തോന്നി ഞാൻ കണ്ടത് ഉദയഭാനു സാറിനെ അല്ലാന്ന്. അന്ന് അയാളിനെ തന്ത്രപൂർവ്വം പറ്റിച്ചു. എന്നാലും ഇങ്ങനെയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. പിന്നെ അതിനു മുമ്പ് ഒരു തവണ ചീട്ട് കളിക്കാരെടുത്തിട്ട് അടിക്കുന്ന ഞാൻ കണ്ടതാണ്. അന്നും എനിക്ക് തോന്നിയതാ വീട്ടിൽ വന്ന് നിങ്ങളോടൊക്കെ പറയാനായിട്ട് എനിക്കൊരു മടിയായിരുന്നു. പക്ഷെ അതിനുശേഷം അത് അയാളല്ലെന്ന് എനിക്ക് തോന്നുമായിരുന്നു. ഇയാൾ വലിയ കോടീശ്വരനാണല്ലോ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ. എന്നാലും ഗോമതി, നമ്മുടെ മോൻ്റെ ജീവിതം. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, നമ്മൾ ഇത്രമാത്രം വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവൻ എത്രമാത്രം വേദന അനുഭവിക്കുന്നുണ്ടായിരിക്കും, ഒന്ന് ആലോചിച്ച് നോക്കാൻ പറഞ്ഞു. അതേ ആ സമയത്ത് ഹാളിൽ നിന്ന് എല്ലാവരും അവരുടെ മുറിയിലേക്ക് പോയി. ശ്രീദേവിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. ശ്രീദേവി നേരെ മുറിയിലേക്ക് വരുവാണ്. ദൈവമേ, തൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നേ? തന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കും എന്നുള്ള കാര്യം ഉറപ്പാ. തന്നോട് ക്ഷമിക്കില്ല. അല്ലെങ്കിൽ ക്ഷമിക്കേണ്ട കാര്യം എന്താ? തൻ്റെ അച്ഛൻ അയാൾ ഇത്രയ്ക്ക് ദുഷ്ടനാണെന്ന് കരുതിയില്ല. തൻ്റെ ജീവിതം തല്ലിക്കെടുത്താനായിട്ട് ശ്രമിച്ചു. ഇത്രയുമായിട്ടും പഠിച്ചില്ല. ഒന്ന് തന്നെ ചതിച്ച് ഇങ്ങനെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ട വീണ്ടും അതേപടി തന്നെ ഗോമതി സ്റ്റോഴ്സിൽ വന്ന് മോഷണം നടത്തിയിരിക്കുന്നു. ഇതിനേക്കാളും വലിയൊരു അപമാനം കിട്ടാനില്ല. അല്ലെങ്കിൽ തനിക്കിനി വീട്ടിൽ നിൽക്കാനുള്ള യോഗ്യത പോലില്ല. എല്ലാവരുടെയും മുഖത്ത് താൻ എങ്ങനെ നോക്കും? അവരൊക്കെ എന്ത് പ്രതീക്ഷയോട് കൂടിയിട്ടാ തന്നെ കണ്ടുകൊണ്ടിരുന്നേ. താൻ ഗോമതി സ്റ്റോഴ്സിലേക്ക് പോകുന്ന സമയത്ത് അവർക്കൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു. മീനാക്ഷിയും മിത്രയൊക്കെ തന്നെ ചേച്ചിയെ പോലെ കണ്ടത്. ഇനി അവരുടെ മുഖത്ത് തനിക്ക് നോക്കാൻ സാധിക്കില്ല. കാരണം അവർക്ക് തൻ്റെ മേലിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. പിന്നീട് ബാലൻ പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. ആനന്ദ് അവിടെ ഇരുന്ന് കരയുന്ന കണ്ടു. ആനന്ദിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ബാലൻ പറഞ്ഞു, എടാ മോനെ, നീ സങ്കടപ്പെടല്ല, നീ വിഷമിക്കില്ല. നമുക്ക് എന്താന്ന് വെച്ചാൽ അധികം വൈകാതെ തന്നെ ചെയ്യാം. ഈ ചതി ഈ അച്ഛൻ പൊറുക്കുമെന്ന് ക്ഷമിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അപ്പോഴേക്കും ഗോമതി വന്നിട്ട് പറഞ്ഞു, എടാ മോനെ, ഇത്രയും വലിയൊരു ബുദ്ധിമുട്ട് നിന്റെ മനസ്സിലുണ്ട്, ഒരു വിഷമം ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല. അറിയുമായിരുന്നെങ്കിൽ നീ ഒരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇത്രയും പ്രശ്നമൊന്നും വഷളാവത്തില്ലായിരുന്നു. നീ എന്തിനാ ഇത് ഉള്ളിലടക്കി പിടിച്ച് വെച്ചുകൊണ്ട് നടന്നത്? നിന്റെ ജീവിതം തകർന്നു പോയില്ലേ? അതുകൊണ്ട് എന്ത് നേട്ടം ആർക്കാ ഉണ്ടായത്?
ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊക്കെ നിന്റെ ജീവിതം തകർത്തല്ലേ. നിനക്ക് കല്യാണം വേണ്ട വേണ്ട നീ അന്നും പറഞ്ഞ, എന്നിട്ടോ നല്ല പെൺകുട്ടിയാന്നും പറഞ്ഞുകൊണ്ട് നിന്റെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നു. എന്നിട്ട് നിന്റെ വിവാഹം നടത്തി. ഇപ്പം ബാലൻ പറഞ്ഞു, അത് ഞാനാണ് ചെയ്തത്, ഞാൻ കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഞാൻ കണ്ടുപിടിച്ചോണ്ടുവന്ന ബന്ധമാണ്. എനിക്ക് ഒരേ വാശിയായിരുന്നു നിന്റെ വിവാഹം പെട്ടെന്ന് നടത്തണമെന്ന്. അങ്ങനെ ഞാൻ ചെയ്ത തെറ്റിന്റെ ഫലം അത്. അച്ഛൻ എന്നോട് ഇങ്ങനെയൊന്നും പറയരുത്. അച്ഛൻ പറയുന്ന കേൾക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എടാ മോനെ, നിന്റെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് എങ്ങനെ സഹിക്കാൻ പറ്റും? കോമതി പറഞ്ഞു, എടാ നിന്റെ ജീവിതം തകർന്നു പോയില്ലേ, ഞങ്ങളല്ലേ തകർത്ത് കളഞ്ഞത്. അതൊക്കെ ഓർക്കുമ്പോ അച്ഛനും അമ്മ അല്ലടാ, ഞങ്ങൾക്ക് പിന്നെ സങ്കടമില്ലാതിരിക്കുവോ? ആനന്ദ് കരയുമ്പത്തേനും കോമതി ആനന്ദിനെ കെട്ടിപ്പിടിക്കുകയാണ്. പിന്നീട് മുറിയിലെത്തി ആരിനും ആകെപ്പാടെ ഭ്രാന്ത് പിടിച്ച പോലെ ആയിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇത്രയും വലിയൊരു ചതി ഇതിനു മുമ്പ് തനിക്ക് സംശയം തോന്നിയതാണ്. ശ്രീദേവി അടുത്ത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അന്നത്തെ അവിടുത്തെ സംസാരം താൻ കേട്ടതുമാണ്. പക്ഷെ അത് വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് ഇവിടെ ആരും വിശ്വസിച്ചതുമില്ല. ആകാശം അതുപോലെ തന്നെ ധർമ്മം മാമനും ചെന്ന് അന്വേഷിച്ചപ്പോൾ ഒരു കുഴപ്പമൊന്നുമില്ലെന്നാ പറഞ്ഞേ. പക്ഷെ ഇതായിരുന്നു അതിന്റെ സത്യാവസ്ഥ. എല്ലാം വളരെ വിദഗ്ധമായിട്ട് അവർ തന്ത്രപൂർവ്വം കൈകാര്യം ചെയ്തു. മിത്ര അപ്പോഴേക്കും മുറിയിലേക്ക് വന്നു. മിത്രയെ കണ്ടു കഴിഞ്ഞപ്പോൾ ആര്യം പറഞ്ഞു, മിത്രേ, എന്നാലും ഇങ്ങനെ എനിക്കറിയില്ല ആര്യ, എന്ത് ചെയ്യണമെന്നറിയില്ല. ശ്രീദേവി ചേച്ചി ഇങ്ങനൊരു ചതി നമ്മളോട് ചെയ്യുവോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആര്യം പറഞ്ഞു, എനിക്ക് നേരത്തെ സംശയം തോന്നിയ കാര്യങ്ങളൊക്കെ, പക്ഷെ ഇങ്ങനെയാവുമെന്ന് ഞാനും വിചാരിച്ചില്ല. അല്ല, ശ്രീദേവേച്ചി പണമൊന്നും മോഷ്ടിച്ചിട്ടില്ലോ. ഇവിടെ ശ്രീദേവേച്ചിനും കുറ്റം പറയാൻ പറ്റില്ല. ഒരു പക്ഷേങ്കിൽ ഈ ഉദയഭാനു എന്ന് പറയുന്ന അയാള് നമ്മുടെ കുടുംബത്തോട് ചതി ചെയ്തു. പക്ഷെ ശ്രീദേവേച്ചിക്ക് ഇതിനകത്ത് പങ്കില്ലെങ്കിലോ? എടി, ആനന്ദേട്ടൻ പറഞ്ഞു നീ ശ്രദ്ധിച്ചോ? ആനന്ദേട്ടൻ എന്താ പറഞ്ഞത്? ശ്രീദേവി അടുത്തേക്ക് എല്ലാം അറിയായിരുന്നു. ശ്രീദേവി അടുത്ത് അറിഞ്ഞുകൊണ്ട് എല്ലാം മറച്ചു വെക്കുമായിരുന്നു. അല്ലായിരുന്നു ശ്രീദേവി അടുത്തേക്ക് ഇത്രയും വലിയ നാളൊക്കെ നമ്മുടെ മുന്നിൽ കളിക്കണമായിരുന്നോ? IT കമ്പനിയിലെ ജോലിയുടെ കാര്യമോ സ്കൂളിലെ ജോലിയുടെ കാര്യമൊക്കെ ശ്രീദേവി അടുത്തേക്കുള്ള സത്യങ്ങളൊക്കെ തുറന്നു പറയായിരുന്നല്ലോ. ഇത്രയും നാളായിട്ടും പറഞ്ഞോ? ഇല്ലല്ലോ. ഈ കുടുംബത്തെ അച്ഛനെ അമ്മയെ എല്ലാവരെയും അല്ലേ വഞ്ചിച്ചുകൊണ്ടിരുന്നേ. ആനന്ദേട്ടന്റെ സ്ഥാനത്ത് ഇപ്പൊ വേറെ ആരെങ്കിലും ആണെങ്കിൽ ഓർത്തു നോക്കിയേ. ഇത്രയും നാളും ആ പാവം എത്ര വേദന അനുഭവിച്ചാൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നേ. മിത്ര പറഞ്ഞു, ശരിയാ, പക്ഷെ എനിക്ക് ഇപ്പോഴാ ചില സംശയങ്ങളൊക്കെ തോന്നേ. ശ്രീദേവി ചേച്ചി അന്ന് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ശ്രീദേവി ചേച്ചി ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുക. അല്ല, ആനറിയാവോ അന്നൊരു തവണ എൻ്റെ വീട്ടിൽ ഈ പറയുന്ന ഉദയഭാനൻ എന്ന് പറയുന്ന അയാളെ പിടിച്ച് കെട്ടിയിട്ട സംഭവങ്ങളൊക്കെ? അന്ന് എന്താ പറഞ്ഞത്? അന്ന് അയാൾ മോഷ്ടിക്കാൻ വന്നതല്ല, ശ്രീദേവിച്ചിയുടെ പിറന്നാൾ ആഘോഷിക്കാൻ വന്നാന്ന് പറഞ്ഞത്. ഒരു പക്ഷേ അന്നിവിടെ മോഷ്ടിക്കാൻ വേണ്ടി വന്നതായിരിക്കും. അന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശ്രീദേവിച്ച് അങ്ങനെയോട് കള്ളത്തരം പറഞ്ഞായിരിക്കും അല്ലേ? അതെ, ശരിയാ. എല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇപ്പം അങ്ങനെയാ തോന്നുന്നേ. അച്ഛൻ എന്താണ്ടും ഇത് വെറുതെ വിടുമെന്ന് തോന്നില്ല. അച്ഛൻ ഇതിനുള്ള പണി കൊടുക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടോ മിത്ര പറഞ്ഞു, എനിക്ക് ആനന്ദേണ്ട കാര്യം ഓർത്തിട്ട് എന്തോ എനിക്ക് ശ്രീദേവിയെ ഇഷ്ടമാ. കാരണം ഇത്രയും ആയില്ലേ, ആളൊരു പാവം അതെനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പാവം ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇത്ര ഇതാണെങ്കിൽ ഈ കുടുംബത്തിലുള്ള ആരോടെങ്കിലും ഒരാളുടെ സത്യങ്ങളൊക്കെ തുറന്നു പറയാൻ മേലായിരുന്നോ? പാവ ആനന്ദേണ്ണ മനസ്സിലെ വേദന അതാര് കണ്ടു? കല്യാണം പോലും വേണ്ടെന്ന് പറഞ്ഞിട്ട് ആനന്ദേണ്ണെ കല്യാണത്തിലേക്ക് നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് പോയത് എല്ലാവരും കൂടെ ചേർന്നിട്ട്. എന്നിട്ട് ഒടുവിൽ ഇങ്ങനെ ഒരു ജീവിതവും കിട്ടി. പക്ഷെ ഇത് വെറുതെ വിടാൻ പാടില്ല, അയാൾക്ക് ഇതിനുള്ള ശിക്ഷ കിട്ടണം. അതേ തീരുമാനം തന്നെയായിരുന്നു ബാലനും. ഉദയഭാനുവിനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. അയാൾ ഇത്രയും വലിയ ചതി നമ്മളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് അയാൾക്കിട്ടും പണി കൊടുക്കണം. അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. ധർമ്മൻ ഈ വീട്ടിൽ നിന്ന് പോകാനെല്ലാം കാരണം ഈ ഉദയഭാനുവാണ്. അപ്പൊ വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ, പ്രതികാരം ചെയ്യണമല്ലോ. അങ്ങനെ പ്രതികാരത്തിന് ഇറങ്ങിത്തിരിക്കാൻ ഒരുങ്ങുവാണ് ബാലനും കോമതിയൊക്കെ. കോമതിക്കും ഭയങ്കര വിഷമമായിരുന്നു ശ്രീദേവി ചതി ചെയ്തല്ലോ എന്ന് ഓർത്തിട്ട്. പക്ഷെ ശ്രീദേവിയാണ് പെട്ടുപോയത്. കാരണം ഈ കല്യാണാലോചന വന്നപ്പോൾ മുതൽ ശ്രീദേവി പറയുന്നത് എനിക്ക് വേണ്ട, അല്ലെങ്കിൽ ഞാൻ ആനന്ദേട്ടനോട് സത്യങ്ങളൊക്കെ തുറന്നു പറയാന്ന്. അപ്പം ഉദയഭാനു ശ്രീലയും പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തി വെച്ചതാ. പിന്നെ കല്യാണത്തിന് ശേഷമാണെങ്കിലും അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിലേക്ക് വന്ന് എൻ്റെ ജീവിതം തകർക്കരുതെന്ന്. പക്ഷെ ഉദയഭാനു സ്വന്തം മകളാണ് മകളുടെ ജീവിതമാണെന്ന് കണക്കാക്കാതെയാണ് ഗോമതി സ്റ്റോഴ്സ് വന്ന് മോഷ്ടിച്ചത്. അയാൾക്ക് വേണം അധ്വാനിച്ച് ജീവിക്കായിരുന്നു. അതിന് പകരം അയാൾ ചെയ്തത് അതെന്താണെങ്കിലും ആ മകൾക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പം അതിൻ്റെ കഥകളാ നാളെ കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ രാവിലെ വരാട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.